മുഗീസ്, സഹായിക്കുന്നവൻ എന്ന വിശേഷണം അള്ളാഹുവിന്റേത് മാത്രമാകുന്നത് ആ വിശേഷണത്തോട് നാം സ്വയം പര്യാപ്തത ചേർത്ത് വെച്ചു കൊടുക്കുമ്പോഴാണ്, സ്വമതീയത്ത് ചേർത്ത് വെച്ചു കൊടുക്കുമ്പോഴാണ്. സ്വമതീയത്ത് പിൻവലിച്ചാൽ സഹായിക്കുന്നവൻ എന്ന വിശേഷണം എല്ലാവർക്കും ഉണ്ടാകാം. മുഹിയുദ്ദീൻ ശൈഖിനുണ്ടാകാം, റസൂലുള്ളാഹിക്കുണ്ടാകാം, റിഫായി ശൈഖിനുണ്ടാകാം, ബദരീങ്ങൾക്കുണ്ടാകാം, എല്ലാവർക്കും ഉണ്ടാകാം. ഈ കാര്യം നമ്മുടെ മാത്രം ഒരു വിശദീകരണമല്ല, ഇത് ശബാബ് വാരികയാണ്. ശബാബ് വാരിക 1988 ഫെബ്രുവരി 12 പ്രസിദ്ധീകരിക്കപ്പെട്ട ശബാബ് വാരികയിൽ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി എന്ന് പറയുന്ന മുജാഹിദിന്റെ ഏറ്റവും വലിയ നേതാവ്, ഈ നേതാവ് എഴുതി വെക്കുന്നത് വളരെ വിശദമായി അദ്ദേഹം പറയുന്നു. ഏകം, അതുല്യം എന്നീ പദങ്ങൾ മാത്രമല്ല, ജ്ഞാനി, ശക്തൻ, കേൾക്കുന്നവൻ, കാണുന്നവൻ തുടങ്ങിയ പദങ്ങളൊക്കെ ദൈവവിശ്വാസികൾ പ്രയോഗിക്കുന്നത് ഓരോ സന്ദർഭത്തിലും അവയുടെ അർത്ഥത്തിന് വരുന്ന വികാസ സങ്കോചങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ്. ഒരു വ്യക്തിയെ ഒരു കുടുംബത്തിന്റെ ഏകാവലംബമെന്ന് വിശേഷിപ്പിക്കുന്നതിൽ ദൈവവിശ്വാസികൾക്ക് വിഷമമൊന്നും തോന്നാറില്ല. കാരണം അവിടെ ഏകം എന്ന പദത്തിന് കേവലവും പരമവുമായ അർത്ഥം കൽപ്പിക്കപ്പെടുന്നില്ല. എന്നാൽ പ്രപഞ്ചത്തിന്റെ ഏകനായ പരിപാലകൻ എന്ന് പറയുമ്പോൾ ഏകം എന്ന പദം അതിന് കൈവരാവുന്ന അർത്ഥവ്യാപ്തിയുടെ പാരമ്യത്തിലെത്തുന്നു. ഒരു വ്യക്തിയെ അതുല്യ പ്രതിഭാശാലി എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അതുല്യം എന്ന പദത്തിന് പരിമിതവും ആപേക്ഷികവുമായ അർത്ഥം മാത്രമേ കൽപ്പിക്കപ്പെടുന്നുള്ളൂ. എന്നാൽ അതുല്യനായ പ്രതിഭാശാലി എന്ന് അള്ളാഹുവെ വിശേഷിപ്പിക്കുമ്പോൾ അതുല്യം എന്ന പദം അതിന്റെ അർത്ഥത്തിന്റെ പാരമ്യത്തെ കുറിക്കുന്നു. എന്താണ് പ്രിയമുണ്ടം അബ്ദുൽ ഹമീദ് മൗലവി പറയുന്നത്? കേൾക്കുന്നവനെന്ന് അള്ളാഹുവിനെ സംബന്ധിച്ചും പറയാം, മനുഷ്യനെ സംബന്ധിച്ചും പറയാം. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നത് പരമമായ കേൾവിയാണ്. പരമമായ കേൾവി എന്ന് പറഞ്ഞാൽ അത് സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമായ കേൾവിയാണ്. അപ്പോൾ അല്ലാത്ത കേൾവി മനുഷ്യർക്കുമുണ്ടെന്ന് പറയുന്നതിന് വിരോധമില്ല, മനുഷ്യർക്കുണ്ടെന്ന് പറയുന്നതിന് വിരോധമില്ല. സഹായിക്കുന്നവൻ എന്ന വിശേഷണം അള്ളാഹുവിന് പറയാം. മുഗീസ്, മുഗീസ് എന്ന വിശേഷണം അള്ളാഹുവിന് പറയാം, അള്ളാഹുവിനുള്ള വിശേഷണമാണത്. പക്ഷേ ആ വിശേഷണം അള്ളാഹുവിന്റേതാകുന്നത് അത് സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമാകുമ്പോഴാണ്. അതുപോലെ മുഗീസ് എന്ന വിശേഷണം മുഹിയുദ്ദീൻ ശൈഖിനെ സംബന്ധിച്ച് പറയാൻ പറ്റും. പക്ഷേ മുഹിയുദ്ദീൻ ശൈഖിന്റെ വിശേഷണമായി മുഗീസ് മാറുന്നത് സ്വയം പര്യാപ്തത എന്ന സിഫത്ത് എന്ന വിശേഷണം നാം എടുത്തു മാറ്റുമ്പോഴാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പൊ നാം പറഞ്ഞത് തൗഹീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ ഏകത്വത്തിൽ മറ്റൊരുത്തനെ പങ്കാക്കാതിരിക്കുക, ഇതിനാണ് തൗഹീദ് എന്ന് പറയുക. ആരാധനക്കർഹനായിരിക്കുക എന്ന വിഷയത്തിലും അതിന്റെ പ്രത്യേകതകളിലും മറ്റൊരാളെയും പങ്കാക്കാതിരിക്കുക, ഇതാണ് തൗഹീദ്. പങ്കാക്കുന്നതിനാണ് ശിർക്ക് എന്ന് പറയുക. പങ്കാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബാഹ്യമായ എന്തെങ്കിലും ചേഷ്ടകൾ കാണിക്കുക എന്നല്ല. മുഹിയുദ്ദീൻ ശൈഖിനെ രക്ഷിക്കണമേ എന്ന് പറയുന്നതും ഗുരുവായൂരപ്പ രക്ഷിക്കണമേ എന്ന് പറയുന്നതും രണ്ടും ഒരുപോലെയല്ല. വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. രണ്ടും വേർഡ് ഒരുപോലെയാണ്. മുഹിയുദ്ദീൻ ശൈഖിനെ രക്ഷിക്കണമേ എന്ന് പറയുന്നതും ഗുരുവായൂരപ്പ രക്ഷിക്കണമേ എന്ന് പറയുന്നതും രണ്ടും ബാഹ്യമായ രൂപത്തിൽ ഒന്ന് തന്നെയാണ്, ഒരുപോലെയാണ്. പക്ഷേ ഒന്ന് ശിർക്കാണ്, മറ്റേത് തൗഹീദാണ്. മുഹിയുദ്ദീൻ ശൈഖിനെ രക്ഷിക്കണമേ എന്ന് പറയുന്നത് തൗഹീദാണ്, ഗുരുവായൂരപ്പ രക്ഷിക്കണമേ എന്ന് പറയുന്നത് ശിർക്കാണ്. എന്തുകൊണ്ട് ഒന്നിർക്കും മറ്റേത് തൗഹീദുമായി? രണ്ടും വിളിച്ചു പറയുന്നവരുടെ മനസ്സിലുള്ള വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒന്ന് തൗഹീദാകുന്നത്, അടുത്തത് ശിർക്കാകുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഏതെങ്കിലും ഒരു അമുസ്ലിം സഹോദരൻ, ഒരു ഹൈന്ദവ സഹോദരൻ, അദ്ദേഹം അവരുടെ ആരാധനാകേന്ദ്രമായ ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ, ഒരമ്പലത്തിൽ ചെന്നാൽ, അവിടെ ആദ്യമായി അവർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ്, അവരുടെ ഒരു ആരാധനയാണ് ആ ക്ഷേത്രം വലയം ചെയ്യുക എന്നത്. ക്ഷേത്ര പ്രദക്ഷിണം, ക്ഷേത്രം ചുറ്റുക എന്നത് ഹൈന്ദവ സഹോദരങ്ങളുടെ ഒരു ആരാധനയാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ശിർക്കാണ്, ബഹുദൈവത്വമാണ്, കുറ്റമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ഈ പുളിക്കൽ പ്രദേശത്ത് നിന്ന് പരിശുദ്ധ മക്കയിൽ ഹജ്ജിന് വേണ്ടി പോകുന്ന ഒരു മുസ്ലിം സഹോദരൻ, അദ്ദേഹത്തിന്
പരിശുദ്ധ കഅബാലയത്തിൽ മസ്ജിദുൽ ഹറാമിൽ ചെന്നാൽ ആദ്യമായി ചെയ്യാനുള്ളത് കഅബാലയമാകുന്ന ബിൽഡിങ്ങിനെ ചുറ്റലാണ്, അതിനെ പ്രദക്ഷിണം ചെയ്യലാണ്. അമ്പലത്തില് ഹൈന്ദവ സഹോദരൻ പോയി ആ അമ്പലത്തെ വലയം ചെയ്യുന്നത് പോലെ, അമ്പലമാകുന്ന കെട്ടിടത്തെ ചുറ്റുന്നത് പോലെ മുസ്ലിം സഹോദരൻ പരിശുദ്ധ മക്കയിൽ ചെന്ന് കഅബാലയത്തിലെത്തി ആ കഅബാലയമാകുന്ന ബിൽഡിങ്ങിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് തൗഹീദാണ്, ആദ്യത്തേത് ശിർക്കാണ്. അമ്പലം ചുറ്റുന്നത് ശിർക്കാണ്, കഅബാലയം ചുറ്റുന്നത് തൗഹീദാണ്. ഇവിടെ ഈ രണ്ട് ചുറ്റും തമ്മിൽ എന്താണ് മാറ്റമുള്ളത്? എന്താണ് മാറ്റമുള്ളത്? കഅബാലയം ചുറ്റുന്നവന്റെ മനസ്സിലുള്ള വിശ്വാസമല്ല അമ്പലം ചുറ്റുന്നവന്റെ മനസ്സിലുള്ളത്. മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കുന്നവന്റെ മനസ്സിലുള്ള വിശ്വാസമല്ല ഗുരുവായൂരപ്പനെ വിളിക്കുന്നവന്റെ മനസ്സിലുള്ളത്. കഅബാലയത്തിന്റെ അമ്പലത്തിന്റെ മൂലയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന കല്ല്, അമ്പലത്തിന്റെ മൂലയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന കല്ല്, ബിംബം, പ്രതിമ എന്നൊക്കെ വിളിക്കപ്പെടുന്ന അവരുടെ ആരാധ്യ വസ്തുക്കൾ, ഈ അമ്പലത്തിന്റെ മൂലയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട കല്ലിനെ ഹൈന്ദവ സഹോദരൻ വണങ്ങുന്നു, ഹൈന്ദവ സഹോദരൻ തോഴുന്നു, ഹൈന്ദവ സഹോദരൻ അതിന്റെ മുകളിൽ നെറ്റിത്തളം വെക്കുന്നു. ശിർക്കാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല, ബഹുദൈവത്വമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല, അള്ള പൊറുക്കാത്ത പാപമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ പുളിക്കലിൽ നിന്ന് ഹജ്ജിന് പോയ ഒരു മുസ്ലിം സഹോദരൻ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടുകൊണ്ട് തിക്കും തിരക്കും നടത്തിക്കൊണ്ട് പരിശുദ്ധമായ കഅബാലയത്തിന്റെ മൂലയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു കല്ലിനെ ചുംബിക്കുന്നുണ്ട്. 3 തവണ ആ കല്ലിനെ ചുംബിക്കണമെന്നും 3 തവണ അത് ആവർത്തിക്കണമെന്നുമാണ് ഇസ്ലാമിന്റെ കൽപ്പന. അപ്പോ ഒരു കല്ലിനെ ചുംബിക്കാൻ വേണ്ടി, ഒരു കല്ലിന്റെ മുകളിൽ നെറ്റിത്തടം വെക്കാൻ വേണ്ടി, കല്ലിനെ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി മുസ്ലിമീങ്ങൾ തിക്കും തിരക്കും കൂട്ടുന്നു. ഹജറുൽ അസ്വദാകുന്ന കല്ലിനെ ചുംബിക്കുന്നത് തൗഹീദാണ്, ബിംബത്തെ ചുംബിക്കുന്നത് ശിർക്കാണ്. ഹജർ കഅബാലയമാകുന്ന ബിൽഡിങ്ങിനെ ചുറ്റുന്നത് തൗഹീദാണ്, അമ്പലമാകുന്ന ബിൽഡിങ്ങിനെ ചുറ്റുന്നത് ശിർക്കാണ്. ഗുരുവായൂരപ്പനെ വിളിക്കുന്നത് ശിർക്കാണ്, മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കുന്നത് തൗഹീദാണ്. ഗുരുവായൂരപ്പനെ വിളിക്കുന്നത് ശിർക്കാണ്, ബദരീങ്ങളെ വിളിക്കുന്നത് തൗഹീദാണ്. ഗുരുവായൂരപ്പനെ വിളിക്കുന്നത് ശിർക്കാണ്, റിഫായി ശൈഖിനെ വിളിക്കുന്നത് തൗഹീദാണ്. ഗുരുവായൂരപ്പനെ വിളിക്കുന്നത് ശിർക്കാണ്, മമ്പറങ്ങളെ വിളിക്കുന്നത് തൗഹീദാണ്. എന്താണ് മാറ്റം? ഇതാണ് മാറ്റം. രണ്ടുപേരുടെയും മനസ്സിലുള്ള വിശ്വാസം കൊണ്ടാണ് ശിർക്കും തൗഹീദും വേർതിരിയുന്നത്. ബാഹ്യമായ പ്രവർത്തനങ്ങളിലൂടെയല്ല, ബാഹ്യമായ ചേഷ്ടകളിലൂടെയല്ല, ബാഹ്യമായ പ്രവർത്തനങ്ങളിലൂടെയല്ല ശിർക്കും തൗഹീദും വേർതിരിയുന്നത്. അങ്ങനെയാണെങ്കിൽ അമ്പലത്തിൽ പോയി ഒരു പ്രതിമയെ ചുംബിക്കുന്ന ഒരു ഹൈന്ദവ സഹോദരന്റെ ഫോട്ടോ എടുക്കുക, കഅബാലയത്തിൽ പോയി ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്ന ഒരു മുസ്ലിം സഹോദരന്റെ ഫോട്ടോയും എടുക്കുക. എന്നിട്ട് രണ്ടും നോക്കിയാൽ രണ്ടും രൂപത്തിൽ ഒന്നാണ്, രണ്ടും കല്ലാണ്, രണ്ടിനെയും ചുംബിക്കുകയാണ്, രണ്ടിന്റെയും രൂപവും ഭാവവും ഒന്നാണ്. പക്ഷേ ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നത് ശിർക്കാണ് എന്ന് മുജാഹിദിന് വാദമുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിക്ക് വാദമുണ്ടോ? ഇല്ല. മുജാഹിദും ജമാഅത്തും ഒക്കെ പറയുന്നത് അത് തൗഹീദാണ് എന്ന, ഇത് ശിർക്കാണ് എന്നും. രണ്ടും രൂപത്തിൽ ഒരുപോലെയാണ്, രണ്ടും രൂപത്തിൽ ഒരുപോലെയായിട്ടും ഒന്ന് തൗഹീദും മറ്റേത് ശിർക്കുമാകാൻ എന്താണ് കാരണം? അതേ കാരണമാണ് മുഹിയുദ്ദീൻ ശൈഖിനെ രക്ഷിക്കണമേ എന്ന് പറയുന്നതും ഗുരുവായൂരപ്പ രക്ഷിക്കണമേ എന്ന് പറയുന്നതും തമ്മിൽ നോക്കുമ്പോ ഒന്ന് തൗഹീദും ഒന്ന് ശിർക്കുമാകാനുള്ള കാരണം. വേർഡ് രണ്ടും ഒന്നായതുകൊണ്ട് ശിർക്കാകില്ല. മനുഷ്യന്റെ മനസ്സിലുള്ള വിശ്വാസമാണ് ശിർക്കും തൗഹീദും വേർതിരിക്കുന്നത്. ഈ കാര്യം പ്രധാനമായി എന്റെ സഹോദരന്മാർ മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയും തന്റെ ശബാബ് വാരികയിലൂടെ എഴുതി പഠിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തവസ്സുല്, ഇസ്തിഗാസ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഖബർ സിയാറത്ത്, മാല, മൗലൂദ്, റാത്തീബ്, കുതുബിയത്ത്, ഇതെല്ലാം ഈ വിഷയത്തിൽ അടങ്ങിക്കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് വിശദമായ ചോദ്യോത്തരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ മറ്റു തെളിവുകളിലേക്കും കാര്യങ്ങളിലേക്കും വിശദമായിട്ട് നമുക്ക് കടന്നു പോകാം.